ഒരു മുമ്പിൽ സ്റ്റാലിനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഔതക്കുട്ടി ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് സ്റ്റാലിൻ്റെ അടുത്ത് ഔതക്കുട്ടി പറയുകയാണ്, മോനെ സ്റ്റാലി, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന്, അലീനയെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിയോട് പറയുമ്പോൾ, അപ്പച്ച, ഞാൻ അവളെ വേദനിപ്പിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവളാണ് സ്വയം വേദനിക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. അതായത് അവളാണെങ്കിൽ എന്നെ നേരെയാക്കാനും എൻ്റെ തെറ്റുകൾ കണ്ടെത്താനും എൻ്റെ കുറവ് പറയാനുമാണ് ശ്രമിക്കുന്നത്. അവൾ അവളുടെ കാര്യം മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ആയിട്ട് ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതൊക്കെ അവൾ നോക്കിക്കോളും, ശരിയാക്കിക്കോളും. ഇപ്പോൾ അവൾക്ക് വേണ്ടത് നല്ല ഉത്തമനായ ഒരു പപ്പയെയാണ്. നീ സത്യം പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെട്ടവനാണോ എന്ന് വല്യപ്പച്ചൻ ചോദിക്കുന്നു. നിന്നെ ഉത്തമനെന്നോ നിന്നെ സ്നേഹനിധിയായ പപ്പ എന്നോ വിളിക്കാനായിട്ട് കഴിയുമോ എന്ന് വല്യപ്പച്ചൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന സമയം, നീ ഒരു കാര്യവും കൂടി കേട്ടോ ലാലിച്ച, ഞാനും നിന്നോട് സമരത്തിലാണ് എന്ന് പറയുന്നു. നീ അലീനയുമായിട്ട് ശരിയായില്ലെങ്കിൽ, നീ അലീന പറയുന്നത് കേൾക്കാൻ റെഡിയായില്ലെങ്കിൽ ഞാനും നിനക്കെതിരെ സമരം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെന്നും ഞാനും നിരാഹാരം ചെയ്യാൻ ഒരുങ്ങുകയാണെന്നും പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലി ആകെ അന്തം വിട്ടു പോകുന്നുണ്ട്. എൻ്റെ അപ്പച്ച, ആവശ്യമില്ലാത്തതൊന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ, ആവശ്യമില്ലാത്തതല്ലത്, ഇത് ആവശ്യമുള്ള കാര്യമാണ് എന്ന് പറയുകയാണ്. നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ വഴിയെ വന്നേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് യുദ്ധം ഇവിടെയൊന്നും തീരില്ല എന്നും ഔതക്കുട്ടി സ്റ്റാലിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സ്റ്റാലി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണോ എന്നാലോചിക്കുകയാണ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ.